എല്ലാവർക്കും നമസ്കാരം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് മാത്തമാറ്റിക്സ് പാഠപുസ്തകത്തിലെ യൂണിറ്റ് 6 കാട്ടിലെ ഉത്സവം എന്ന പാഠഭാഗമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യണേ. പാഠഭാഗത്തിൽ ആദ്യം എഴുതിയിരിക്കുന്നത് നോക്കാം. പ്രിയരെ, സർക്കസ്, മരണക്കിണർ, അഭ്യാസ പ്രകടനങ്ങൾ, കച്ചവട ചന്തകൾ, കലാപരിപാടികൾ, വിവിധ മത്സരങ്ങൾ, വരുവിൻ, കാണുവിൻ, ആസ്വദിക്കുവിൻ. കാട്ടിൽ ഉത്സവം നടക്കാൻ പോവുകയാണ്. അതിൻ്റെ അനൗൺസ്മെൻ്റാണ് ഇവിടെ പറഞ്ഞു കേട്ടത്. ആദ്യത്തെ പ്രവർത്തനം നോക്കാം. മൈലാഷൻ്റെ നൃത്തം. ഇന്ന് മൈലാഷൻ്റെ നൃത്തമുണ്ട്. മൈലാഷൻ്റെ ചിത്രം നോക്കൂ. നിറം കൊടുത്ത് ഭംഗിയാക്കിയാലോ. താഴെ കൊടുത്തവയുടെ ഉത്തരം വരുന്ന കളങ്ങളിൽ മാത്രം നിറം കൊടുക്കൂ. കളങ്ങളിലെ നിറം തന്നെ ഉത്തരത്തിനും കൊടുക്കണം. വെള്ള നിറത്തിലുള്ളവയുടെ ഉത്തരങ്ങൾക്ക് നിറം കൊടുക്കേണ്ടതില്ല. എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ നൽകിയിട്ടുള്ള ക്രിയകളുടെ കളങ്ങളിലെ നിറം ചിത്രത്തിൽ ഉത്തരം വരുന്ന കളങ്ങൾക്ക് നൽകണം. വെള്ള നിറത്തിലുള്ളവയുടെ ഉത്തരങ്ങൾക്ക് നിറം നൽകേണ്ടതില്ല. 15 നിന്ന് 12 കുറച്ചാൽ കിട്ടുന്ന ഉത്തരം 3. 12 നിന്ന് 10 കുറച്ചാൽ കിട്ടുന്ന ഉത്തരം 2. 19 നിന്ന് 10 കുറച്ചാൽ കിട്ടുന്ന ഉത്തരം 9. 10 നിന്ന് 5 കുറച്ചാൽ കിട്ടുന്ന ഉത്തരം 5. 20 നിന്ന് 10 കുറച്ചാൽ കിട്ടുന്ന ഉത്തരം 10. 3 നിന്ന് 2 മാറ്റിയാൽ എത്രയാണ് കിട്ടുക? 1. 19 നിന്ന് 11 മാറ്റിയാൽ കിട്ടുന്ന ഉത്തരം 8. 19 നിന്ന് 12 മാറ്റിയാൽ കിട്ടുന്ന ഉത്തരം 7. 12 നിന്ന് 1 കുറച്ചാൽ കിട്ടുന്ന ഉത്തരം 11. 8 നിന്ന് 2 കുറച്ചാൽ കിട്ടുന്ന ഉത്തരം 6. 8 നിന്ന് 4 കുറച്ചാൽ കിട്ടുന്ന ഉത്തരം 4. 15 നിന്ന് 3 കുറച്ചാൽ കിട്ടുന്ന ഉത്തരം 12. അടുത്ത പ്രവർത്തനം നോക്കാം. സ്റ്റേജ് ഷോ. നൃത്തപരിപാടി കാണാൻ എല്ലാവരും എത്തി. ടിക്കറ്റ് നിരക്ക് മുതിർന്നവർ 8 രൂപ, കുട്ടികൾ 6 രൂപ. കുരങ്ങച്ചനും കുട്ടിക്കുരങ്ങനും കൂടിയാണ് വന്നത്. 2 പേർക്കും ടിക്കറ്റ് എടുത്തു. ഒരു 20 രൂപ നോട്ട് കൊടുത്താൽ ബാക്കി എത്ര രൂപ കിട്ടും? ടിക്കറ്റ് നിരക്ക് അറിയാമല്ലോ. മുതിർന്നവർക്ക് 8 രൂപയും കുട്ടികൾക്ക് എത്രയാണ്? 6 രൂപയും അല്ലേ? അപ്പോൾ കുരങ്ങച്ചന് എത്ര രൂപയാകും? 8 രൂപ. കുട്ടിക്കുരങ്ങന് 6 രൂപ. ആകെ അപ്പോൾ ആകെ കാണാൻ എന്ത് വേണം? 8 + 6. 8നോട് 6 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 14 കിട്ടും. ഇപ്പോൾ നാം കുരങ്ങച്ചനും കുട്ടിക്കുരങ്ങനുമായി എടുത്ത ടിക്കറ്റിൻ്റെ വില കണ്ടെത്തി. എത്ര രൂപയാണ്? 14 രൂപ. 20 രൂപയാണ് കടക്കാരന് നൽകിയത്. ഇനി ബാക്കി തിരിച്ച് എത്ര രൂപ കിട്ടുമെന്ന് കണ്ടെത്താം. ബാക്കി കണക്കാക്കാൻ 20 നിന്ന് 14 കുറയ്ക്കണം അല്ലേ? അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കുറച്ചിരിക്കുന്നത്? ആദ്യം 10 കുറച്ചു, പിന്നെ വൺസുകൾ കുറച്ചു അല്ലേ, ഒന്നുകൾ കുറച്ചു. അപ്പോൾ 20 നിന്ന് ആദ്യം 14നെ നമ്മൾ പിരിച്ചെഴുതിയ 10 + 4. അപ്പോൾ ആദ്യം അതിലെ 10 കുറച്ചു, 10 മാറ്റിയോ? അപ്പോൾ എത്ര കിട്ടും? 20 നിന്ന് ഒരു 10 മാറ്റിയാൽ പിന്നെ കിട്ടുന്നത് ഒരു 10 അല്ലേ? അപ്പോൾ 10ൽ നിന്ന് പിന്നെ ഉള്ള 4 കുറച്ചാൽ എത്ര കിട്ടും? ബാക്കി 6. അപ്പോൾ 20 നിന്ന് 14 കുറച്ചാൽ ബാക്കി കിട്ടുന്നത് 6 രൂപ. അടുത്ത പ്രവർത്തനം പറക്കൽ മത്സരം. മേഘമലയിൽ പറക്കൽ മത്സരം. മത്സരത്തിന് 20 പരുന്തുകൾ ഉണ്ട്. ജിറാഫ് എന്താ പറയുന്നത്? ചക്കിപ്പരുന്തിൻ്റെ ചിറകൊടിഞ്ഞു, മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല. ഈ 20ൽ ചക്കി എന്ന് പറയുന്ന പരുന്ത് കേട്ടോ ചിറകൊടിഞ്ഞു, അത് മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് ജിറാഫ് പറയുകയാണ്. അപ്പോൾ തത്ത എന്താ പറയുന്നത്? ഇത്തവണ സമ്മാനം നേടണം. തത്ത പറയുകയാണ് ഇത്തവണ സമ്മാനം നേടണം. മാൻ എന്താ പറയുന്നത്? അപ്പോൾ ബാക്കി 19 പരുന്തുകൾ പങ്കെടുക്കും. മാൻ എന്താ പറയുക? 20ൽ നിന്ന് 1 പോയാൽ എത്രയാ? ബാക്കി 19 ഉണ്ടാവും അല്ലേ? അടുത്ത പേജിൽ വരുന്നത് നോക്കൂ. പറക്കൽ മത്സരം ഇന്നാണ്. കാക്കകൾ കുടുംബസമേതം വന്നു. 29 പേരുണ്ട്. കാക്കകൾ എത്ര പേരാ ഉള്ളത്? 29 പേർ. അടുത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്? കാക്കകളാണോ പരുന്തുകളാണോ കൂടുതൽ? എത്ര കാക്കകളുണ്ടെന്ന് പറഞ്ഞു ഇവിടെ? 29 കാക്കകൾ. പരുന്തുകൾ എത്രയുണ്ടെന്ന് പറഞ്ഞു? 19. അപ്പോൾ ഏതായിരിക്കും കൂടുതലായിട്ടുള്ളത്? 29 ആണോ 19 ആണോ? 29. അപ്പോൾ കാക്കകളാണ് കൂടുതൽ ഉള്ളത്. അടുത്ത എഴുതിയിരിക്കുന്ന നോക്കൂ. എത്ര കൂടുതൽ. ഇനി എത്ര കാക്കകൾ കൂടുതലുണ്ടെന്ന് കണ്ടുപിടിക്കണം. അതിനായിട്ട് 29ൽ നിന്ന് 19 കുറയ്ക്കണം. 29ൽ നിന്ന് 19 കുറച്ചാൽ ഉത്തരം 10 കിട്ടും. അപ്പോൾ എത്ര കാക്കകളാണ് കൂടുതൽ? 10 കാക്കകൾ. അടുത്ത പേജിൽ എഴുതിയിരിക്കുന്നത് നോക്കാം. കാക്കകൾ 2 മരക്കൊമ്പിലായി ഇരിക്കുകയാണ്. കുരങ്ങൻ എണ്ണി നോക്കി. ഒരു കൊമ്പിൽ 18 പേരുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കൊമ്പിൽ എത്ര പേരുണ്ട്? കാക്കകൾ 2 മരക്കൊമ്പുകളിലായിട്ടാണ് ഇരിക്കുന്നത്.
ഒരു കൊമ്പിൽ 18 പേരാണ് ഉള്ളത്. അപ്പോൾ രണ്ടാമത്തെ കൊമ്പിലുള്ള എണ്ണമാണ് നാം കണ്ടുപിടിക്കേണ്ടത്. അതിനു മുമ്പേ നമുക്ക് ടോട്ടൽ കാക്കകൾ എത്രയുണ്ട്? 29 കാക്കകളുണ്ട്. അതിൽ 18 എണ്ണം ഒരു കൊമ്പിലിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ കൊമ്പിലുള്ളത് കാണാൻ 29-ൽ നിന്ന് 18 കുറയ്ക്കണം. അപ്പോൾ രണ്ടാമത്തെ കൊമ്പിലെ കാക്കകളുടെ എണ്ണം കിട്ടും. അപ്പോൾ കുറച്ചാലോ? 29-ൽ നിന്ന് 18 മാറ്റിയാൽ 18 കുറച്ചാൽ 11 കിട്ടും. അപ്പോൾ രണ്ടാമത്തെ കൊമ്പിലിരിക്കുന്ന കാക്കകളുടെ എണ്ണം 11. കുറയ്ക്കുന്ന പല രീതി ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് അത് ചെയ്യുക. അടുത്ത ചോദ്യം നോക്കൂ. രണ്ടാമത്തെ കൊമ്പിലുള്ളതിനേക്കാൾ എത്ര കാക്കകളാണ് ഒന്നാമത്തെ കൊമ്പിൽ കൂടുതലായിട്ട് ഉള്ളത്? ഒന്നാമത്തെ കൊമ്പിൽ എത്ര കാക്കകളാണ് ഉള്ളത്? 18. രണ്ടാമത്തെ കൊമ്പിലുള്ളത് 11. അപ്പോൾ 18-ൽ നിന്ന് 11 കുറച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കൊമ്പിൽ കൂടുതലായിട്ടിരിക്കുന്ന കാക്കകളുടെ എണ്ണം കിട്ടും. അടുത്ത പേജ് നോക്കാം. മത്സരത്തിൽ പങ്കെടുക്കാൻ തത്തകളുമെത്തി. താഴെ കൊമ്പിൽ 7 പേർ ഇരുന്നു. ബാക്കിയുള്ളവർ മുകളിലെ കൊമ്പിലും. മഞ്ഞ ബോക്സിൽ എഴുതിയിരിക്കുന്നത് വായിക്കാം. മുകളിൽ നിന്ന് ഒരാൾ താഴേക്ക് വന്നാൽ 2 കൊമ്പിലും ഒരേ എണ്ണമാകും. നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. 7 തത്തകൾ ഇരിക്കുന്ന കൊമ്പിലേക്ക് ഒരു തത്ത വരുമ്പോൾ അവിടെ എണ്ണം 8 ആകും. കൊമ്പുകളിലെ എണ്ണം തുല്യമാകുന്നത് കൊണ്ട് മുകളിലെ കൊമ്പിൽ 1 കുറഞ്ഞ് 8 ആകും. 1 കുറയുന്നതിന് മുമ്പ് മുകളിലെ കൊമ്പിൽ 9 തത്തകൾ ഉണ്ടായിരുന്നു. ഇനി കണ്ടുപിടിക്കേണ്ടത് ആകെ എത്ര തത്തകൾ ഉണ്ട് എന്നാണ്. മുകളിലെ തത്തകളുടെ എണ്ണം 9, താഴത്തെ തത്തകളുടെ എണ്ണം 7. 9നോട് 7 കൂട്ടുമ്പോൾ ആകെ തത്തകളുടെ എണ്ണമായ 16 കിട്ടും. അതിലെ അടുത്ത ചോദ്യം നോക്കാം. തത്തകളേക്കാൾ എത്ര കാക്കകൾ കൂടുതലുണ്ട്? ആകെ കാക്കകളുടെ എണ്ണം 29. അതിൽ നിന്നും 16 കുറയ്ക്കണം. നമ്മുടെ തത്തകളുടെ എണ്ണമായ 16 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 13 കിട്ടും. അപ്പോൾ കൂടുതലായിട്ടുള്ള കാക്കകൾ എത്രയാണ്? 13. അടുത്ത പ്രവർത്തനം കുരുവികൾ. മത്സരത്തിൽ പങ്കെടുക്കാൻ കുരുവികളുമെത്തി. ആകെ 35 കുരുവികൾ. അവർ 3 കൊമ്പുകളിലായി ഇരുന്നു. ഒന്നാം കൊമ്പിൽ 15 കുരുവികൾ. രണ്ടാം കൊമ്പിൽ ഒന്നാം കൊമ്പിലേക്കാൾ 6 കുരുവികൾ കുറവ്. മൂന്നാം കൊമ്പിൽ എത്ര കുരുവികൾ? മൂന്നാം കൊമ്പിലെ കുരുവികളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാം കൊമ്പിൽ എത്ര കുരുവികൾ? 15. രണ്ടാമത്തെ കൊമ്പിൽ എത്ര കുരുവികൾ? ഒന്നാമത്തെ കൊമ്പിലിരുന്ന കുരുവികളേക്കാൾ 6 കുറവാണ് അല്ലേ? അപ്പോൾ ഒന്നാമത്തെ കൊമ്പിൽ എത്ര കുരുവിയായിരുന്നത്? 15. അപ്പോൾ അതിൽ 15-ൽ നിന്ന് 6 കുറയ്ക്കണം. അപ്പോൾ എത്ര കിട്ടും ആൻസർ? 9. അപ്പോൾ രണ്ടാമത്തെ കൊമ്പിലിരുന്ന കുരുവികളുടെ എണ്ണം 9. ഇവിടെ എഴുതിയിരിക്കുന്ന വഴി നോക്കൂ. 2 കൊമ്പിലും കൂടി ആകെ എത്ര കുരുവികൾ ഉണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാം. ഒന്നാം കൊമ്പിൽ 15 കുരുവികൾ ഇരുന്നു. രണ്ടാം കൊമ്പിൽ 9 കുരുവികൾ ഇരുന്നു. ഇവ തമ്മിൽ കൂട്ടുമ്പോൾ ഉത്തരം 24 എന്ന് കിട്ടും. അതായത് 24 കുരുവികൾ. ഇനി കണ്ടെത്തേണ്ടത് മൂന്നാമത്തെ കൊമ്പിലുള്ള കുരുവികളുടെ എണ്ണമാണ്. മൂന്നാമത്തെ കൊമ്പിലുള്ള കുരുവികളുടെ എണ്ണം കണ്ടെത്താൻ ആകെ കുരുവികൾ എത്രയാണ്? 35 മൈനസ് 1ഉം 2ഉം കൊമ്പിലെ കുരുവികളുടെ എണ്ണമായ 24 കുറച്ചാൽ മതി. അപ്പോൾ ഉത്തരം 11 കിട്ടും. അപ്പോൾ മൂന്നാമത്തെ കൊമ്പിലെ കുരുവികളുടെ എണ്ണം 11. അടുത്തെന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. കുരുവി എന്താ പറയുന്നത്? ഞങ്ങളുടെ എണ്ണം 35. കാക്ക എന്തു പറയുന്നു? 29 പേർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. കുരുവി പിന്നെ എന്താ പറയുന്നത്? കാക്കകളെക്കാൾ എത്ര കൂടുതലാണ് കുരുവികൾ? അതെങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്ന് കാക്ക പറയുന്നു. നോക്കാം. കുരുവികളുടെ എണ്ണത്തിൽ നിന്ന് കാക്കകളുടെ എണ്ണം കുറയ്ക്കണം. അപ്പോൾ നമുക്ക് കുറയ്ക്കാം. 35-ൽ നിന്ന് 29 കുറച്ചാൽ ഉത്തരം 6 കിട്ടും. അടുത്ത് എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം. പരുന്ത് എന്തോ പറയുന്നു. കുരുവികൾ 35ഉം ഞങ്ങൾ 19ഉം ആണല്ലോ. അതായത് പരുന്തുകൾ 19ഉം കുരുവികൾ എത്രയുണ്ട്? 35ഉം. അടുത്തൊരു ചോദ്യമുണ്ട് നോക്കാം. കുരുവികളേക്കാൾ എത്ര കുറവാണ് പരുന്തുകൾ? അത് കണ്ടുപിടിക്കാനായി നാം 35-ൽ നിന്ന് 19 കുറച്ചാൽ കുരുവികളേക്കാൾ എത്ര കുറവാണ് പരുന്തുകൾ എന്ന സംഖ്യ കിട്ടും. ഉത്തരം 16 കിട്ടും. കാട്ടിലെ ഉത്സവം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇവിടെ തീരുന്നില്ല. വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ ബാക്കി പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാം. നന്ദി.